ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലത്തെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ കഴിയാറായിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ എന്താ പറയുക, നമുക്ക് നമ്മൾ ബോർഡ് എക്സാംസിന് അപ്രോച്ച് ചെയ്യാൻ പോവാണല്ലേ. അപ്പോൾ ഒരു റിവിഷൻ എന്ന രീതിയിലെങ്കിലും നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10th ബയോളജിയിലെ ചാപ്റ്റർ 1 ആണ് കേട്ടോ. ലൈഫ് പ്രോസസ്സസ് ആണ് നോക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഹൗ ഡു വി ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് അലൈവ് ആൻഡ് വാട്ട് ഈസ് നോട്ട് അലൈവ്. If we see a dog running or a cow chewing cud or a man shouting loudly on the street, we know that these are living beings. What if the dog or the cow or the man were asleep? We would still think that they were alive, but how did we know that? We see them breathing and we know that they're alive. What about plants? How do we know that they are alive? We see them green. Some of us will see. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ കണ്ടു. ആ ഒബ്ജക്റ്റ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡോഗ് അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഓടിപ്പോകുന്നുണ്ട്. ലെറ്റ്സ് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ദെൻ ഒരു കൗ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാസ് കഴിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യൻ സ്ട്രീറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഓളിയിട്ട് ഒരാളിനെ വിളിക്കുവാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ ജീവനോടെയാണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ്, ഇവരൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കാം ഇവർ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന്? നമ്മൾ പറയുമല്ലേ, അവർ ബ്രീത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ പറയാം. ആൻഡ് ഓൾസോ അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് ലിവിങ് ആണ് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? കറക്റ്റാണ് കേട്ടോ. അതായത് അവർ ഗ്രീൻ ആണെന്ന് ഉള്ളത് കൊണ്ടിട്ട് ആണ് അവർ ലിവിങ് ആവണേന്ന് ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അവർ പച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് അവരങ്ങനെ ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ. മോസ്റ്റ് പ്രോബബ്ലി പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഗ്രീൻ പ്ലാന്റ്സ് ആണല്ലേ വരാം. പക്ഷെ നിങ്ങളിവിടെ നോക്കുക, they grow over time, so we know that they are alive, some will say. അതായത് കുറച്ച് പേര് പറയും അത് ഗ്രീൻ ആയതുകൊണ്ടിട്ടാണ് അത് ലിവിങ് ആയിട്ടുള്ളത്. കുറച്ച് പേര് പറയും അത് ഓവർ ടൈം അതിങ്ങനെ വലുതായിക്കൊണ്ട് വരും, അതുകൊണ്ടാണ് അത് ലിവിങ് എന്ന് പറയുന്നത്. In other words, we tend to think of some sort of movement, either growth related or not, as common evidence for being alive. Right. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ലിവിങ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് സം സോർട്ട് ഓഫ് മൂമെൻ്റ് ഉണ്ടാവണം അല്ലേ. ആ മൂമെൻ്റ് കണ്ടിട്ടായിരിക്കും നമ്മൾ പറയുക ആ ജീവി നടന്നു പോകുന്നതുകൊണ്ട് അത് എന്താ പറയുക, ഭയങ്കര ലിവിങ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് നമ്മൾ പറയുക അല്ലേ. പക്ഷേങ്കിൽ ഇപ്പോൾ പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ നേരത്തെ കളറ് വെച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു, ഗ്രീൻ ആയിട്ട് അല്ലേ. പക്ഷേങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വയലറ്റ് ആയിട്ടുള്ള ലീവ്സ് കണ്ടിട്ടുണ്ടാവും. ഈവൻ ബ്രൗൺ ആയിട്ട് കളറുള്ള ഉണങ്ങിയ പോലത്തെ കളറുള്ള ലീവ്സ് ഉണ്ടാവും, റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുക? But a plant that is not visibly growing is still alive. And some animals can breathe without a visible movement. അല്ലേ, നിങ്ങളാണെങ്കിൽ തന്നെ ഒരു വിസിബിൾ മൂവ്മെന്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ബലം പിടിച്ചിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും അല്ലേ. ശരിയാണ്.
അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടും മെഷറായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല ഒരു സംഭവം ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ള കാര്യം. റൈറ്റ്. So, using visible movement as the defining characteristic of life is not enough. Movements over every small scales will be invisible to the naked eye. അതായത് ചെറിയ എന്തെങ്കിലും മൂവ്മെന്റ് ആണ് നടക്കുന്നത് എങ്കിൽ നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് അത് വിസിബിൾ ആകത്തില്ല അല്ലെ. ദ മൂവ്മെന്റ്സ് ഓഫ് ദ മോളിക്യൂൾ, റൈറ്റ്. ഫോർ എക്സാമ്പിൾ പറയാണ്, നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ അത് നമ്മളുടെ നേക്കഡ് ഐക്ക് വിസിബിൾ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് മൂവ്മെന്റ്സ് ഓഫ് molecules. In this invisible molecular movement necessary for life ആണോ? ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള മോളിക്യുലാർ മൂവ്മെന്റ് നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ? If we ask this question to a professional biologist, they'll say yes. In fact, viruses do not show any molecular movement in them until they infect some cell. And that is partly why there is a controversy about whether they are truly alive or not. അതായത് നമ്മളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയാത്തതായിട്ടുള്ള മോളിക്കുലാർ മൂവ്മെന്റ്സ് സ്മോൾ സ്കെയിലായിട്ട് നടക്കുന്നത് വെച്ചിട്ട് നമ്മൾ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബയോളജിസ്റ്റിൻ്റെ അടുത്ത് പ്രൊഫഷണലിസ്റ്റുകളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് എന്ന് ചോദിക്കുകയാണ്. ഫോർ ടു ലീവ് അല്ല, ഒരാൾക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ഈ മോളിക്കുലാർ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയും യെസ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ചിലർ പറയും, ഇപ്പം നിങ്ങൾ നോക്കുകയാണ് വൈറസ് എന്ന് പറയുമ്പോൾ സാധനം അൺലെസ് ആൻഡ് അൺടിൽ അതൊരു ഹോസ്റ്റിൻ്റെ ബോഡിയിൽ പ്രവേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഡെഡ് തന്നെ ആയിരിക്കും, റൈറ്റ്. അതായത് അവർ ഇനാക്റ്റീവ് ആയിരിക്കും എന്നാണ് മിസ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയിൽ കയറിക്കഴിഞ്ഞാലാണ് അവരെന്ത് ചെയ്യുക, അവർ ആക്റ്റീവ് ആവുകയും അവരുടേതായിട്ടുള്ള ഡിസ്ട്രക്ഷൻ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പം അതാണ് അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്. വെദർ ആക്ച്വലി ദിസ് മോളിക്കുലാർ മൂവ്മെൻറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഓർഗാനിസം ടു ലീവ് ഓർ ആൻ ഒബ്ജക്റ്റ് ടു ബി അലൈവ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, why are molecular movements needed for life? We have seen in earlier classes that living organisms are well organized structures. അതായത് ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നോക്കാം. ലിവിങ് ഓർഗാനിസംസ് ആർ വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ്. They can have tissues have cells have smaller components in them, and so on. റൈറ്റ്. ഇപ്പം എന്താണ് നമ്മൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ. ദാറ്റ് ഹാവ് ടിഷ്യൂസ്, റൈറ്റ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്. ഞാനിപ്പോൾ ഒരു സെല്ലാണ് വരയ്ക്കുന്നത്. ആൻഡ് ഈ ടിഷ്യൂസ് എന്ന് പറയുന്നത് അഗെയിൻ എന്താണ് പറയുന്നത്, ഓരോരോ സെല്ലുകളുണ്ട്. ഈ സെൽ ഹാവ് സ്മോളർ കമ്പോണൻസ് ഇൻ ദം. സ്മോളർ കമ്പോണൻസ് ഉദ്ദേശിക്കുന്നത് യു ഹാവ് ലേൺഡ് അബൌട്ട് ഓർഗനലീസ്. some might be saying it like this, organelles or organelles, whatever it may be. നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, റൈറ്റ്. Because of the effects of the environment, this organized, ordered nature of living structures is very likely to keep breaking down over time. If order breaks down, the organism will longer alive. So living creatures must keep repairing and maintaining their body structures
they must move molecules around all the time. യെസ് ഓഫ് കോഴ്സ്. ഇവിടെ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഫക്റ്റ് ഓഫ് എൻവയറൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ എൻവയറൺമെൻറ്റിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും. ആ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സംടൈംസ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിന് അത് നല്ലതായിരിക്കും ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. സംടൈംസ് അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഉള്ളതുമായിരിക്കും. ആ ഒരു സ്പീഷീസിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ കെൽപ്പുള്ള എഫക്റ്റുകളായിരിക്കും എൻവയോൺമെൻറ്റിൽ നമുക്ക് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഓർഗനൈസ്ഡ് ഓർഡേർഡ് നേച്ചർ ഓഫ് എ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് സ്ട്രക്ചർ അത് ഓഫൺ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് വരികയാണ് ഓവർ ടൈം. റൈറ്റ്, ഓവർ ടൈം ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് വരിക എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ജനറേഷൻ കൂടുമ്പോൾ നമുക്ക് വാരിയേഷൻസ് വരുന്നുണ്ട്. സോ ഈ വാരിയേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ ചാപ്റ്റർ 3 അല്ലെങ്കിൽ ചാപ്റ്റർ 4 അല്ലേ, ഹെറിഡിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ അത് നിങ്ങൾ പഠിക്കും. അപ്പം അന്നേരം നമുക്കത് പറയാം. ഇവിടെ നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കാം. ആ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ ടൈം അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകുന്നുണ്ട്. ഇഫ് ദ ഓർഡർ ബ്രേക്സ് ഡൗൺ, ആ ഒരു ഓർഗാനിസം എന്ത് ചെയ്യില്ല, നോ ലോങ്ങർ ഇറ്റ് വിൽ എക്സിസ്റ്റ്. റൈറ്റ്, ക്ലിയർ ആവുന്നുണ്ടോ? സോ ദ ലിവിങ് ക്രീച്ചേഴ്സ് must keep repairing and maintaining their body structures, right? അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയും ഈ പറയുന്ന വാരിയേഷൻ ഉള്ളത് മാത്രമല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഏതൊരു ഓർഗാനിസം ആണെങ്കിലും പ്രകൃതിയുടെ എഫക്റ്റ് കാരണം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ ബോഡി അതൊന്നും റിപ്പയർ ചെയ്യുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കൈമേ ജസ്റ്റ് ഒരു വൂണ്ട് ഉണ്ടായി, റൈറ്റ്, ഒരു കട്ട് പോലെ ഉണ്ടായി, അപ്പോൾ നിങ്ങളുടെ ബോഡി അതെന്ത് ചെയ്തിട്ടില്ല, അതിന് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അത് കൂടെ കുറേ വൈറസസും ബാക്ടീരിയാസുകളൊക്കെ എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നിങ്ങളുടെ ബോഡി റിപ്പയർഡ് ആവണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൻസ് ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, ഈ എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്, മോളിക്യൂൾസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ദേ മസ്റ്റ് മൂവ് ദെയർ മോളിക്യൂൾസ് അറൗണ്ട് ദം. ക്ലിയർ ആണോ? കൺസെപ്റ്റ് കത്തിയോ? കൺസെപ്റ്റ് ശരിയായാൽ മതി. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ലിവിങ് ഓർഗാനിസംസ് ആർ വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ്. ദെൻ അവർക്ക് എന്താ പറയുക, ഉണ്ടാക്കിയേക്കുന്നത് ടിഷ്യൂസ് ഉണ്ടാക്കി സെൽസ് വെച്ചിട്ട്. സെൽസിൽ കുറേ ഡിഫറെൻറ്റ് സ്മോളർ കമ്പോണൻസ് ഉണ്ട്. ഈ എൻവയൺമെൻറ്റിൻ്റെ എഫക്റ്റ് കാരണം എന്താ പറയുക, ഓർഗാനിസം എന്ത് ചെയ്യുന്നു, ഈ സ്ട്രക്ചർ ഓർഡേർഡ് നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി അത് റിപ്പയർ ചെയ്യണം. ആൻഡ് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ മോളിക്യൂൾസ് വെച്ച് ഉണ്ടാക്കിയിരിക്കണോണ്ട് ഫോർ റിപ്പയറിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ് എന്ത് ചെയ്യണം, the organism must move their molecules around all the time. മനസ്സിലാവുന്നുണ്ടോ? Now, what are the maintenance processes in the living organism? And this comes to our topic, that is, what are life processes? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണോ പറയുന്നത് അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വേർഷൻ അല്ല, അതായത് ഒരു ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കതെന്താണ് ഇവിടെ വായിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ എന്തായാലും ഓരോരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. Now, the maintenance functions of living organisms must go even when they are not doing anything particular. റൈറ്റ്, അപ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള മെയിൻ്റനൻസ്, റൈറ്റ്, അത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പെർട്ടിക്കുലറായിട്ട് ചെയ്യുകയാണ്, അപ്പോൾ മാത്രം നമുക്ക് ആ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടന്നാലായിട്ട് പോരാ.
അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് ബ്രീത്ത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. Even when we are just sitting in class, even we are just asleep, this maintenance job has to go. ഒരു വെരി വെൽ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. The process which together perform this maintenance job are life process. This is important. The processes which together perform. നിങ്ങൾ ഇത് കാണാപ്പടം പഠിച്ചോളൂ കേട്ടോ. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാണാപ്പടം പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താ കാര്യം എന്നൊന്ന് മനസ്സിലാക്കിയേക്കാം. The processes which together perform the maintenance job life processes. Clear? Since these maintenance processes are needed to prevent damage or breakdown, energy is needed for them. അതായത് ഈ ഓരോ ലൈഫ് പ്രോസസ്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്തോ വേണം, എനർജി വേണം അല്ലേ. അപ്പോൾ സിൻസ് ഈ മെയിൻ്റനൻസ് പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിയിൽ അധികം ഡാമേജ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ, ഈ പ്രകൃതിയുടെ ഇഫക്റ്റ് കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ലൈഫ് പ്രോസസ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? എനർജി ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദിസ് എനർജി കംസ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം. അല്ലേ, ഈ ഒരു എനർജി നമുക്ക് കിട്ടുന്ന എവിടുന്ന? ഔട്ട്സൈഡ് ദ ബോഡി, റൈറ്റ്. ഔട്ട്സൈഡ് ദ ബോഡിയാണ് ഈ ഒരു എന്താ പറയുക എനർജി നമുക്ക് കിട്ടാം. ഫോർ എക്സാമ്പിൾ സൺ ഇസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് നിങ്ങൾ പറയും. പക്ഷെ ബയോളജിയിൽ വരുമ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക കേട്ടോ. നമ്മുടെ പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് ഫുഡ് നമുക്ക് കിട്ടുന്നതും ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും എനർജി ലഭിക്കുകയും ചെയ്യുന്നു, റൈറ്റ്. So there must be a process to transfer a source of energy from outside the body of an organism, which we call it as a food, to the inside, a process we commonly call nutrition. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് ഒരു സോഴ്സ് ഓഫ് എനർജി ഉണ്ട്, റൈറ്റ്. സോ അത് നമ്മളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പെർട്ടിക്കുലർ പ്രോസസ്സ് അവിടെ വേണം എന്നുള്ളതാണ്. നമുക്ക് ഫുഡ് ഇൻടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാണ് ആക്ച്വലി നമ്മൾ ന്യൂട്രീഷൻ പറയാം. മെയിനായിട്ട് നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുകയും ആൻഡ് വെൻ വി ആക്ച്വലി യൂട്ടിലൈസ് ഇറ്റ്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴുമാണ് നമുക്ക് ആക്ച്വലി ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. ടേക്കിംഗ് ഇൻ ദ ഫുഡ് ആൻഡ് യൂട്ടിലൈസിങ് ഇറ്റ്, അതാണ് ആക്ച്വലി ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, if the body size of an organism is to grow, additional raw material will also be needed from outside. അതായത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ബോഡി ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് മാത്രം കിട്ടിയാൽ നമുക്ക് വളരാനൊന്നും പറ്റത്തില്ല. വാരിയസ് റോ മെറ്റീരിയൽസ്, റൈറ്റ്, വാരിയസ് റോ മെറ്റീരിയൽസും നമുക്ക് എന്ത് വേണം? ഔട്ട്സൈഡ് ദ ബോഡി നമുക്ക് വേരിയസ് റോ മെറ്റീരിയൽസും വേണം. സിൻസ് ലൈഫ് ഓൺ ദി എർത്ത് ഡിപ്പെൻഡ്സ് ഓൺ carbon based molecules, most of these food sources are also carbon based. Depending on the complexity of these carbon sources, different organisms can then use different kinds of nutritional processes. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇപ്പോൾ ഒരുവിധം പോർഷൻസൊക്കെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങൾ കെമിസ്ട്രിയിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ
ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചുറ്റുപാടുമുള്ള എല്ലാ സാധനങ്ങളും, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കാർബൺ മോളിക്യൂൾസ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാർബൺ ബേസ്ഡ് ആണ് എല്ലാ സാധനങ്ങളും. ആൻഡ് അതിൻ്റെ ഓരോ സാധനങ്ങളുടെ കോംപ്ലക്സിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ഡിഫറെൻ്റ് ഓർഗാനിസം എന്ത് ചെയ്യുക, അവരെടുക്കുന്ന സോഴ്സ് അതിൻ്റെ കാർബൺ കോംപ്ലക്സിറ്റി നോക്കിയിട്ടായിരിക്കും അവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക ന്യൂട്രീഷണൽ പ്രോസസ്സ് ചൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. കാർബൺ സോഴ്സസ്, കോംപ്ലക്സിറ്റി ഓഫ് ദി കാർബൺ സോഴ്സസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ആൻഡ് ആസ് എ റിസൾട്ട് ദേ choose different kinds of nutritional processes. മെയിനായിട്ട് രണ്ട് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ദാറ്റ് ഈസ് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ആണല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരും കേട്ടോ. The outside sources of energy could be quite varied. നമ്മൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന എനർജി സോഴ്സുകളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, റൈറ്റ്? Since the environment is not under the control of individual organism, these sources of energy therefore need to be broken down or built up in the body and must be finally converted to a uniform source of energy that can be used for various molecular movements needed for maintaining living structures as well as to the kind of molecules the body needs to grow. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജി കിട്ടുന്ന ഔട്ട്സൈഡ് ദ ബോഡിയാണല്ലേ. അപ്പോൾ ആ കിട്ടുന്ന സോഴ്സ് അത് ഡിഫറെൻ്റ് ആയിരിക്കും, റൈറ്റ്? നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഫുഡിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ വാരീഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് നമ്മൾ എല്ലാം കൂടെ ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു സോഴ്സ് ആക്കിയിട്ട് നമ്മുടെ ബോഡിയിൽ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബോഡീനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം ഇവിടെ പറയാം. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്, അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നല്ല എനർജി കിട്ടണമെങ്കിൽ അവിടെ നിന്ന് എല്ലാ വാരീഡ് ഫോംസിൽ നിന്നും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഗ്ലൂക്കോസ് ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെല്ലിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, റൈറ്റ്? അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഈ ഒരു പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് വേണം, എനർജി നമുക്ക് യൂണിഫോം ആക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? മെയിൻറ്റെയിനിങ് ലിവിങ് സ്ട്രക്ചേഴ്സ് ആസ് വെൽ ആസ് ടു ദ kind of molecules the body needs to grow. For this, a series of chemical reactions in the body are necessary. അപ്പോൾ ഈ ഒരു എല്ലാത്തിനും യൂണിഫോം ആയിട്ടുള്ള ഒരു ഇതാക്കണമെങ്കിൽ, എനർജി ആക്കണമെങ്കിൽ ഒരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് തന്നെ നമ്മുടെ ബോഡിയിൽ എന്തായാലും നടക്കുന്നുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ് are some of the most common chemical means to break down molecules. അതായത് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മോളിക്യൂൾസ് അറൗണ്ട് മൂവ് ചെയ്യണം, റൈറ്റ്? ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റൈറ്റ്? ഈ ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ് എന്തായാലും നടക്കണമെങ്കിൽ നമുക്കൊരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് തന്നെ വേണ്ടി വരും. നമുക്ക് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഫോർ ദിസ് മെനി ഓർഗാനിസംസ് യൂസ് ഓക്സിജൻ സോഴ്സ്ഡ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി അല്ലേ. നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു ആൻഡ് നമ്മുടെ സെൽസിൽ എന്ത് ചെയ്യുന്നു? എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ സിംപ്ലർ സബ്സ്റ്റൻസസ് ആയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എനർജി നമുക്ക് കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല.
For this, many organisms use oxygen sourced from outside the body. The process of acquiring oxygen from outside the body and to use it in the process of breakdown of food sources for cellular needs and is what we call respiration. ക്ലിയർ ഇതിനാണ് റെസ്പിറേഷൻ പറയുന്നത്. റെസ്പിറേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതിനൊക്കെ കുറിച്ചിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം, ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണെങ്കിൽ നോ സ്പെസിഫിക് ഓർഗൻ ഫോർ ടേക്കിംഗ് ആൻഡ് ഫുഡ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് or removal of waste may be needed because the entire surface of the organism is in the contact with an environment. But what happens when the body size of an organism increases and the body design becomes more complex? In multicellular organism, all the cells may not be in direct contact with the surrounding environment. Thus, simple diffusion will not meet the requirements of the cells. അപ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പാരഗ്രാഫ് ഇറ്റ്സ് സൂപ്പർ ഇമ്പോർട്ടൻ്റ്. ഇത് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചോദിച്ചത് കേട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട്. സോ ദിസ് ഇസ് വെരി 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 സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സെൽ ഓർഗാനിസംസ് സച്ച് ആസ് അമീബ, ഇവർക്ക് എന്താ സ്പെസിഫിക് ഓർഗൻസോ സ്പെസിഫിക് സെല്ലുകളോ ഒന്നുമില്ല. അവർക്ക് ഫുഡ് കൺസ്യൂം ചെയ്യാനും റിമൂവൽ ഓഫ് വേസ്റ്റിനും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനും ഒന്നും എന്തില്ല, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഓർഗനും കാര്യങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ആ സിംഗിൾ സെല്ലിനായിരിക്കും ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണ്, അവർ ഭയങ്കര സിമ്പിൾ ഓർഗാനിസംസ് ആയതുകൊണ്ട് അവർക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ നടത്താൻ പറ്റും. ആസ് ദേ ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ എൻവയൺമെൻറ്റ് അല്ലേ. ഒരു അമീബയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഔട്ട്സൈഡ് മീഡിയമായിട്ട് നല്ല കോണ്ടാക്റ്റിലായിരിക്കും ഒരു അമീബ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് അമീബയുടെ സിമ്പിൾ ഡിഫ്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ആസ് ദ കോംപ്ലക്സിറ്റി ഇൻക്രീസസ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഇങ്ങനെ ആയിക്കൊണ്ട് വരുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, അവർക്ക് എല്ലാ സെൽസും അവരുടെ എല്ലാ സെൽസും ഇപ്പം നിങ്ങളെ തന്നെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സെൽസും പുറത്ത് എൻവയൺമെൻ്റായിട്ട് കോണ്ടാക്റ്റിലാണോ ഉള്ളത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സെല്ലുകളും ഓർഗൻസും ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. We have seen previously how in multicellular organisms various body parts have specialized in the functions they perform. നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൽ വാരിയസ് പാർട്സ് ഓഫ് ദ ബോഡി എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുക. ആൻഡ് ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം. We are familiar with the idea of these specialized tissues and with their organization in the body of the organism. ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകളിൽ എങ്ങനെയാണ് അവ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊക്കെ അതറിയാം. എങ്ങനെയാണത് ഓരോ കാര്യങ്ങളിലും ഓരോ സെല്ല് എങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നൗ ഡിഡ് ഒരു മിനിറ്റ്. Okay. Is it therefore not surprising that the uptake of food and of oxygen will also be the function of the specialized tissue? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സർപ്രൈസ്ഡ് ആവുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ? അതായത് നമ്മൾ ഫുഡ് എടുക്കുന്നതും ഓക്സിജൻ എടുക്കുന്നതും ഒക്കെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസിൻ്റെ ഫങ്ഷനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സർപ്രൈസ്ഡ് ആവുന്നുണ്ടോ? Of course. However, this possesses a problem since the food and oxygen are not taken up
at one place in the body of organism while all parts of the body need them. This situation creates a need for a transportation system for carrying food and oxygen from one place to the another of the body. അല്ലേ? ഇപ്പം നമ്മളുടെ ബോഡിയിൽ തന്നെയാണെന്ന് നിങ്ങൾ നോക്കുക. നമ്മളുടെ നോസ് കൂടെ ആയിരിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യുക, നോസ് ശരിയായിട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ നോസ് കൂടെ ആയിരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുക. ഐ മീൻ എയർ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നത്, അത് കൂടി ആയിരിക്കും നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുക. ആൻഡ് ഓൾസോ നമ്മളുടെ ബോഡിയിലുള്ള മുഴുവൻ സെല്ലുകൾക്കും പ്രോപ്പറായിട്ട് അവരുടെ സ്പെസിഫിക് ഫങ്ഷൻസ് ചെയ്യണമെങ്കിൽ ഒക്കെ ഇതിന് എന്ത് വേണം? ഈ ഗ്യാസസ് ഓക്സിജന് വേണം അല്ലെ? എനർജി ജനറേഷന് ഓക്സിജന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ആവശ്യകത അവിടെ വരികയാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ആവശ്യം വരികയാണ്. When chemical reactions use the carbon source and the oxygen for energy generation, they create byproducts that are not only useless for the cells of the body. റൈറ്റ്. ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് കാർബൺ സോഴ്സസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള എല്ലാം ഉണ്ടാക്കിയത് കാർബൺ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തൊരു സോഴ്സാണ് യൂസ് ചെയ്യുന്നത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലെന്തായിരിക്കും? കാർബൺ സോഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ എന്തൊരു സാധനം നമ്മൾ കാർബൺ വെച്ച് ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എപ്പോഴും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സാധനം കേട്ടോ. പ്രൊഡക്റ്റ് എന്നല്ല പറഞ്ഞേക്കണേ, ബൈ പ്രോഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്തായാലും നമുക്ക് എനർജി കിട്ടും, ബൈ പ്രോഡക്റ്റ് എന്തായാലും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിരിക്കും. ബട്ട് ഈവൻ സംടൈംസ് ഇറ്റ് മേ ബി ഹാംഫുൾ ഫോർ അവർ ബോഡി ഓൾസോ. ഹാംഫുൾ തന്നെയായിരിക്കും എന്തായാലും. These waste byproducts are therefore needed to be removed from the body and discarded outside by a process called excretion. അങ്ങനെ ഈ കാര്യങ്ങൾ, ഈ വേസ്റ്റ് മറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം. അത് ചെയ്യുന്ന പ്രോസസ്സിനാണ് എക്സ്ക്രീഷൻ എന്ന് പറയും. Again, if the basic rules for the body design in multicellular organisms are followed, a specialized tissue for excretion will be developed. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേസിക് റൂൾസ് ഫോർ ഈ ഒരു മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് എന്തായിരിക്കും? എക്സ്ക്രീഷന് വേണ്ടിയിട്ടും ഡെവലപ്പ് ചെയ്യും. which means that the transportation system will need to transport waste away from the cells to the excretory tissues. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെല്ലുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം? വേസ്റ്റ് മറ്റീരിയൽസിനെ ക്യാരി ചെയ്യുകയും നമ്മൾ ആ മറ്റേ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ഓർഗനിലൂടെ അത് പുറത്തു പോവുകയും ചെയ്യണം. റൈറ്റ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോ ലൈഫ് പ്രോസസ്സും ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതെന്തായാലും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.